ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മ കാല് പിടിച്ച് ചോദിച്ചിട്ടും വരുന്നില്ല എന്ന് ഒരൊറ്റ വാക്കിൽ നമ്മുടെ ആരൻ അങ്ങ് നിർത്തി. അച്ഛൻ വിളിക്കാതെ താൻ വരില്ല എന്ന്. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് അച്ഛനെ കൊണ്ട് അമ്മ വിളിപ്പിക്കും എന്നുള്ളത് മകനോട് പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോകുക. നീ പൊക്കോടാ എന്ന് പറഞ്ഞ് മോനെ അമ്മ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അലോഹിനെയും അതുപോലെ തന്നെ മിഥുനെയും ആട്ടോ. രണ്ടുപേരും കൂടെ അവിടെ നിന്നത് നമ്മുടെ ആരിൻ്റെ അവസാന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലോഹ് പറഞ്ഞു, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും വല്യമ്മയ്ക്കും വല്യച്ഛനും എന്നെക്കാളും ഇഷ്ടം അവനെ തന്നെയാണെന്ന് പറഞ്ഞു. നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട അലോഹെ, ഇന്ന് അവനെ വെള്ളത്തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സ്വപ്നം കാണുക. അപ്പോൾ അല്ല മിഥുൻ, ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് വേണ്ടി നീ ഇത്രയ്ക്കൊക്കെ റിസ്ക് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നിന്നെ അവൻ അത്രയ്ക്കൊക്കെ അപമാനിച്ചു എന്ന് കേട്ടപ്പോഴേ എൻ്റെ രക്തം തിളച്ചത്. അതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കുമെന്നൊക്കെ പറഞ്ഞു മിഥുൻ. ഭയങ്കര ഡയലോഗ്. അലോഹിൻ്റെ അറ്റാച്ച്മെൻറ്റ് എനിക്ക് കൂടുതലായതുകൊണ്ട് അലോഹിനെ പേടിയാണെങ്കിൽ നിർത്താം, നമുക്കിത് വേണ്ടെന്ന് വെക്കാം, അവൻ ജയിക്കണമെങ്കിൽ ജയിച്ചോട്ടെ എന്ന് മിഥുൻ പറയുക. അയ്യോ അല്ല, അത് ഞാൻ നിങ്ങളുടെ മിത്രയെയും 101 പവൻ്റെ സ്വർണവും കൊണ്ടുപോയത് നമുക്കങ്ങ് മറക്കാം. നിങ്ങളുടെ കുടുംബം മുഴുവൻ അനുഭവിച്ച ആ ഒരു അപമാനവും മറക്കാം. എന്താ, അവൻ തന്നെ ജയിക്കട്ടെ, നമുക്കത് വിട്ട് കളഞ്ഞേക്കാവെന്ന് പറയുമ്പോൾ അലോഹ് പിന്നെ രക്തം തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം മിഥുൻ അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ, ഞാൻ ചോദിച്ചത് വിഷമമായോ, എന്നോട് ക്ഷമിക്കുക, എനിക്ക് അവൻ്റെ അവസാനം കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ ഈ മിഥുനോട് പറയാം. അപ്പം നീ ടെൻഷൻ അടിക്കേണ്ട, അവൻ ഫുഡ് ഡെലിവറിക്ക് ഇന്ന് പോകും, ആ സമയത്ത് അവനെ നമുക്ക് തീർക്കാമെന്ന് പറഞ്ഞു. അവൻ പോകുന്ന വഴിക്ക് എൻ്റെ ആൾക്കാർ ഒരു വാനിൽ അവിടെ നിൽക്കുമെന്നും അവൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്രയ്ക്ക് കൃഷ്ണമംഗലത്തേക്ക് തിരിച്ചു വരാം അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ വേണ്ടി വരും. അല്ല, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ചോദിച്ചപ്പം വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ശരി, എന്നാൽ നമുക്ക് വേഗം കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. സെറ്റാക്കി ഇവന്മാർ തമ്മിൽ പിരിഞ്ഞു. മിഥുനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അവിടെ അങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാലനെയാണ് കാണിക്കുന്നത്. ബാലൻ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ബാലൻ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ലണേ. നിനക്ക് എന്താ പറ്റിയത് ബാല, നീ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കണേ എന്ന് ചോദിച്ചു. ദേ ഇതെന്താ ഇത്, നീ എന്താ ഈ ഒരൊറ്റ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്, ശോ എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാനേ ഇപ്പം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താണെന്ന് നിനക്കറിയാവോ, ഇവിടെ ഇരിക്കുന്ന ദോശമാവിൻ്റെ കാര്യം നീ അറിഞ്ഞോ എന്ന് ചോദിച്ചു. പുളിച്ചു പൊങ്ങി മൊത്തം നാശകോശമായിരിക്കാം. എവിടുന്നോ ഡേറ്റ് കഴിഞ്ഞ ഒരു കടയിലെ സാധനം കൊണ്ടൊന്ന് ഇവിടെ ഇട്ടേക്കുവാണെന്ന് പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ അത് പെട്ടെന്ന് വിറ്റുപോകുമല്ലോ, എന്തോന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ ലോകത്തൊന്നും അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. രാമേട്ടൻ എന്ത് പറഞ്ഞാലും എല്ലാത്തിനും എന്നും പറഞ്ഞ് മൂളലല്ലാതെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വേറെ ഏതോ ലോകത്താണ് ബാലൻ ഇരിക്കുന്നത്. ഇതാ ഇപ്പം നന്നായത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ആരോടാ ബാല എന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എന്താ രാമേട്ടാന്ന് ചോദിച്ചുകൊണ്ട് ധർമ്മനും ആകാശവും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ചെറുപ്പക്കാരാൺപിള്ളേരെ ദിവാസ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണെന്ന് വിചാരിച്ച് പോട്ടേന്ന് വെക്കാം. ഇങ്ങേരി ഈ തലനരച്ച കാലത്ത് എന്തോന്ന് സ്വപ്നം കാണുകയാണെന്ന് ആർക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് രാമേട്ടൻ ഇവരോട് പറഞ്ഞപ്പോൾ അളിയാ അളിയാ അളിയോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മം വിളിച്ചു. ഒരൊറ്റ കൊട്ടും വെച്ച് കൊടുത്തു. അപ്പോഴേക്കും എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ എന്താ, ഒന്നുമില്ല അളിയാ, വിഷുവിനെ പടക്കം പൊട്ടുന്നത് പോലെ ഒരു സാമ്പിൾ നോക്കിയതാണെന്ന് പറഞ്ഞു നമ്മുടെ ധർമ്മൻ. അപ്പോഴേക്കും എടാ ബാല, നീ ഏത് ലോകത്താടാന്ന് രാമേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞതുമല്ല നീ കേട്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം അപ്പോൾ അതെ, ഞാനൊരു കാർ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വേണം 2050 ആകുമ്പോൾ എൻ്റെ കല്യാണം നടത്താനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറയുമ്പോൾ എന്താ പറഞ്ഞതെന്ന് ബാലൻ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അച്ഛാ, വീട്ടിൽ വന്ന ആ കാറുകാർ ഓടിച്ചത് എന്തിനാ, അവരെന്തൊക്കെ ഓഫറുകളെന്ന് പറഞ്ഞതല്ലായിരുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ പ്രതീക്ഷിക്കാത്ത കാര്യം വന്നതുകൊണ്ടല്ലേ, ആ ടെൻഷനിൽ ഞാൻ അങ്ങോട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുക. പിന്നെ ആനന്ദേട്ടന് ആ കാറൊക്കെ ഇഷ്ടപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പം നമുക്ക് നോക്കാം, അവൻ്റെ ഇഷ്ടത്തിന് തന്നെ നമുക്കത് എടുത്താൽ മതി. ശ്രീദേവി വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവരല്ലേ അത് ഉപയോഗിക്കേണ്ടത്. പറഞ്ഞാൽ കേൾക്കാതെ കല്യാണം കഴിച്ച് ഇവൻ്റെയും ആര്യൻ്റെയും ഭാര്യമാർക്ക് കാറ് അത് ഒന്നും സ്വപ്നം കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ധർമ്മം ചോദിച്ചു, അപ്പോൾ ഇവരുടെ ഭാര്യമാരത് കാറിൽ കയറി കൊള്ളില്ല അളിയാന്ന്. അന്നേരമാണ് ഈ ബാലൻ ഈ ഒരുമാതിരി പക്ഷാഭേദം വെച്ച് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ മീന് കേൾക്കാത്തത് ഭാഗ്യമെന്ന് ആകാശം മനസ്സിൽ പറയുക. അപ്പോൾ ഈ ബാലൻ്റെ അഹങ്കാരം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. തൊട്ടടുത്ത നിമിഷമാണ് ഉദയഭാനുവും ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. കടയിലേക്ക് വന്ന് ഇറങ്ങി വലിയ ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും ഇവരെ കണ്ടതും അയ്യോ ഇത് ആരാന്ന് പറഞ്ഞു ഓടി ഇറങ്ങി ചെല്ലുക ബാലൻ. നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നമസ്കാരമൊക്കെ പറഞ്ഞ് ചെല്ലുമ്പം ഇത് ആരൊക്കെ എന്തോ ഒരു മുന്നറിയിപ്പല്ലത്. ആകാശ ധർമ്മം ഓരോ കസേരയും എടുക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് അവരോട്. അപ്പം കസേരയൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഉദയഭാനു. അയ്യോ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇരിക്കണം എന്ന് പറഞ്ഞു. പർച്ചേസിങ്ങിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ, അപ്പോൾ ബാലനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബുദ്ധിമുട്ടായോ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല, അതെന്തൊരു വർത്താനോ.
നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, വന്നാട്ടെ വരും, വാ വാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കുക. അപ്പോഴേക്കും കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഒന്നും വേണ്ട ബാല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് ബാലൻ. അയ്യോ വേണ്ട ബാലൻ, ഞാൻ പറഞ്ഞില്ലേ, ബാലൻ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. ഓ എൻ്റെ ഈശ്വര, എന്തോരം സാധനങ്ങൾ ഒരു മാസത്തേക്കുള്ളത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകണമെന്ന് ഭാര്യ അവിടെ ഇരുന്ന് ചിന്തിക്കുക മനസ്സിൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ബാലനെയും വീട്ടുകാരെയും ഒന്നും പിന്നെ അങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ, ദേവിമോൾ എന്നും പറയും നിങ്ങളെയൊക്കെ കാണണമെന്ന്. അപ്പോഴേക്കും അത് പിന്നെ ഞങ്ങൾ അല്ല കടയിൽ തിരക്കൊക്കെ ഒഴിയണ്ടേ, ഇതിപ്പോൾ ഈ നേരം ആയതുകൊണ്ടാണ് കുറച്ച് ഫ്രീ ആയതെന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയുക. അപ്പോഴേക്കും ഇവരും എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ ബാല നിശ്ചയത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഓ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ബാലൻ ഭയങ്കര ഭവ്യതയോടെ ഇരിക്കുന്നത്. അപ്പോൾ ധർമ്മനും ഒക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. നല്ലൊരു ദിവസം നോക്കി ഒരു 3 എണ്ണം കുറിച്ച് വെച്ചിട്ടുണ്ട്, അതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ല അവിടുത്തെ സൗകര്യം പോലെ ഒരു ഡേറ്റ് അങ്ങ് തീരുമാനിച്ചാൽ മതി, ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല എന്ന് നേരം ബാലൻ ഇവരോട് പറയണു. അല്ല സാറിൻ്റെ അത്രയും തിരക്കൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ, അതുകൊണ്ടാട്ടോ എൻ്റെ ബാല അങ്ങനെയൊന്നും പറയരുത് ബാല, ബാലൻ്റേതായ തിരക്കുകൾ ബാലനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ബാല എന്നൊക്കെ പറഞ്ഞു ഉദയഭാനു. അല്ല ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പം അല്ല ഇവൾക്ക് വീട്ടിൽ നിശ്ചയം നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അയ്യോ ഇല്ല, പക്ഷേ എന്നെ പോലെ അല്ലല്ലോ സാറ്, ബന്ധുബലമൊക്കെ ഉള്ള ആളല്ലേ, അതാ ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ അതെ അതെ അതെ, പക്ഷേ നമ്മുടെ വീട്ടിൽ അതിനുള്ള സ്പേസ് ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയാം. ആ സർ എന്നാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടംപോലെ നടക്കട്ടെ എന്ന് ബാലനും പറഞ്ഞു. അപ്പോൾ നമുക്കെന്ന് ഇറങ്ങാം ഉദയേട്ടാ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് പലവ്യഞ്ജനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അത് വാങ്ങാനായിട്ടേ ഏതെങ്കിലും മാളിലൊന്ന് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്തൊരു മാളുണ്ട്, 1-2 സൂപ്പർ മാർക്കറ്റുകളുണ്ട് എന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുറക്കി കാണിക്കുക. അയ്യോ ആരാടെ പേരട്ടക്കളവാ ഇവിടുന്ന് മാളിൻ്റെ കാര്യം ചോദിച്ചിട്ട് മനസ്സിൽ പുള്ളിക്കാരി ഇങ്ങനെ പറയാം. ഓ മാളിൽ പോകണ്ട, ഇവിടുന്ന് എടുത്തോളാൻ പറയുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പുള്ളിക്കാരി മനസ്സിലിങ്ങനെ പറയുക. സാധനങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പോയാലേ പറ്റൂ, ഉച്ചയായാലേ ലഞ്ച് ബ്രേക്കാ, ടോക്കണൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം ശ്രീകലേ. അല്ല ഉദയേട്ടാ നമുക്ക് സാധനങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് വാങ്ങിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ അന്തം പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ ബാലൻ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവത്തില്ല, അതാ പിന്നെ ഞാൻ പറയാത്തെന്ന് പറഞ്ഞപ്പം കുറച്ച് സാധനം മതി ബാല, എല്ലാം കൂടി ഒരു ചാക്കിൽ കെട്ടി ഞങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ നാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ എടുത്തോ, ബാലനൊരു കച്ചവടം കൂടി ആവുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു എടുപ്പ് തന്നെയായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന 3/4 സാധനങ്ങളും വാരി എടുക്കുക. പിന്നെ ഉദയേട്ടന് ഈ സ്നാക്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഉള്ളതെല്ലാം എടുക്കും. ഇതെല്ലാം താങ്ങിയ നമ്മുടെ ധർമ്മനും പാവം ആകാശം കൂടെ നിന്ന് മടുത്തു. ലാസ്റ്റ് വായിൽ വരെ കടിച്ചു പിടിക്കേണ്ട അവസ്ഥയൊക്കെ വരുവാണ് പാവം ആകാശം തന്നെ പറഞ്ഞു, മാമ പോയി എടുത്തോണ്ട് വാ, എന്തെടുത്തോണ്ട് വരാൻ, പോയി ചാക്കെടുത്തോണ്ട് വരാൻ പറഞ്ഞ് ആകാശം. അപ്പം എല്ലാം കൂടെ നമുക്ക് ചാക്കി കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ കടയിലുള്ള 3/4 സാധനങ്ങളും വാരി എടുക്കുവാണ് ശ്രീകല. സമയത്ത് ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ബാലനൊക്കെ. അപ്പോൾ ഒന്നും താഴെ ഇടല്ലേ, സൂക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭവ്യതയോടുകൂടി കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പോൾ എല്ലാം എടുത്തല്ലോ അല്ലേ ഉദയഭാനു, അപ്പോൾ ആവശ്യമുള്ളതെല്ലാം എടുത്തു, കുറേശ്ശെ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയണു. ബാലൻ്റെ കടയിൽ എല്ലാ സാധനങ്ങളും ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എന്ന് ഉദയഭാനു ചോദിച്ചപ്പം എല്ലാം ഉണ്ടെന്ന് ശ്രീകല പറയാം. മോനെ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് വണ്ടിയുടെ ഡിക്കിയിലേക്ക് ഒന്ന് വെച്ചേക്ക് കേട്ടോ എന്ന് പറഞ്ഞു. ചേട്ടാ ഇനി ബില്ല് പേ ചെയ്യാൻ പറഞ്ഞു. മോനെ എത്രയായെന്ന് ചോദിക്കുമ്പോൾ 7500 ആയി എന്ന് പറഞ്ഞപ്പോഴേക്കും പൈസ എടുക്കാനായിട്ട് ഉദയഭാനു കൈയൊക്കെ ഇടുക പോക്കറ്റിൽ. അപ്പോൾ അയ്യോ ഇതെന്താ പൈസയൊന്നും വേണ്ട സാറെന്ന് പറഞ്ഞു. പൈസ തന്നാൽ പിന്നെ നമുക്കിടയിൽ എന്താ ബന്ധമുള്ള പറ്റില്ല ബാല, ബിസിനസ് ഈസ് ബിസിനസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഉദയഭാനു പറയാം. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ബാല പറഞ്ഞ തുക വാങ്ങിയേ പറ്റുമെന്ന് പറയുമ്പോൾ അയ്യോ റൗണ്ട് ചെയ്തൊരു 10000 രൂപ അങ്ങ് കൊടുക്കൂ ഉദയേട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉദയഭാനു കൈ ഇടുക പോക്കറ്റിൽ. ഇവരെല്ലാവരും അന്തം വിട്ട് നോക്കുക. അയ്യോ സാർ 1 രൂപ പോലും തരാൻ പാടില്ല എന്നും പറഞ്ഞു ബാലൻ. അതിനേക്കാളും ഭേദം സാർ എന്നെ ഇല്ലാതാക്കുന്നതാണെന്നും സാർ ഇത് തരരുത് എന്നും പറഞ്ഞു. അപ്പോൾ ബാല എനിക്ക് ഈ തുക നിസ്സാരമാണ്, കടയും ബിസിനസ്സും ഒക്കെ ആകുമ്പോൾ ഇനിയൊന്നും സാറ് പറയണ്ട, ശരി ബാലൻ്റെ ഇഷ്ടം അല്ല ശ്രീകലെ എന്നും പറഞ്ഞ് ഇവർ നിൽക്കുക. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ബാല. അപ്പോൾ ഞാൻ കൂടെ വരണ്ട, ബാലൻ ഇവിടെ തന്നെ നിന്നാൽ മതി, ഇതൊരു ബിസിനസ് സ്ഥാപനം, ഞങ്ങൾ കസ്റ്റമേഴ്സ് അല്ലേ, എല്ലാ കസ്റ്റമേഴ്സിനെയും ബാലൻ അവിടെ കൊണ്ടാക്കാറുണ്ടോ? അയ്യോ ഇല്ല, എന്നാലും ഇല്ല, ഞങ്ങളെയും കസ്റ്റമറായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരിതേ ബാലൻ്റെ കടയിലുള്ള മുഴുവൻ അടിച്ച് മാറ്റിക്കൊണ്ട് അങ്ങ് പോയിട്ടോ. ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ്. ആകാശ് ഇങ്ങനെ അവിടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ആകാശിൻ്റെ
ആനന്ദിൻ്റെ ഫോണിലേക്ക് നമ്മുടെ ദേവിയുടെ കോള് വന്നപ്പോഴത്തേക്കും അയ്യോ ദേവി ഇവിടുന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു. അതെ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ആനന്ദിന് ടെൻഷനായി. അയ്യോ ഞാനോ എങ്ങോട്ട് വരണ്ടേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ കടയുടെ മുന്നിലുണ്ടെന്ന് പറഞ്ഞു. അയ്യോ കടയുടെ മുന്നിലോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോണൊന്ന് കട്ട് ചെയ്തിട്ട് ആനന്ദ് ഭയങ്കര വെപ്രാളം കാണിക്കുക. കാണണ്ടേ ഒന്നും അറിയാൻ പാടില്ല, ഭയങ്കര ടെൻഷൻ. അപ്പോഴേക്കും നമ്മുടെ ദേവിയോട് അനിയത്തി ചോദിച്ചു, എന്താ ഏട്ടത്തി ചേച്ചി മിണ്ടുവോന്ന് ചോദിച്ചോ. എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ദേവി ഇങ്ങനെ നിൽക്കുക. അങ്ങേര് വരുമ്പോൾ നല്ല മര്യാദയ്ക്ക് മിണ്ടിക്കോളണം കേട്ടോ, ഒരു കാര്യം ഓർത്തോളണം. എങ്ങനെയെങ്കിലും ഈ ആനന്ദേട്ടൻ എന്ന വണ്ടിയിൽ കയറി പറ്റിയില്ലെങ്കിൽ ചേച്ചിയുടെ കാര്യം ഗോവിന്ദയാ ഓർത്തോളം പറഞ്ഞു അനിയത്തി. അങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും പറന്നു വന്നു നമ്മുടെ ആനന്ദ് ഇവിടെ മുന്നിലേക്ക് വീഴുക, ഹായ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. നമ്മുടെ ദേവി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആനന്ദാണ് ദേവിയുടെ മുഖത്തൊന്നും കണ്ണെടുക്കുന്നുമില്ല. ഇതൊക്കെ കണ്ടിട്ട് അനിയത്തിക്ക് നാണമായി തുടങ്ങി. ആ സമയത്ത് ഇതെന്താ ആനന്ദേട്ടാ ഇങ്ങനെ നോക്കുന്നതെന്ന് അനിയത്തി ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നത് എന്താ ഇഷ്ടമായില്ലെന്ന് ചോദിച്ചപ്പം അപ്പോൾ അതല്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാ ദേവിയെ ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവി നിൽക്കുമ്പോൾ കണ്ടോ എന്തൊരു അഭിനയമാണെന്ന് നോക്കിക്കേ എന്നും അനിയത്തി അന്നേരം ദേവിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം. ദേവി ഭയങ്കര ഇത്. അപ്പം എൻ്റെ ആനന്ദേട്ട വീട്ടിൽ വെച്ച് ആനന്ദേട്ടൻ്റെ കാര്യം പറയാനേ 100 നാവുമായിട്ട് നടക്കുന്ന ആളായത്. ഇപ്പോൾ കണ്ടോ പതർച്ചയും വിറയലും. എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞ അനിയത്തി ഇങ്ങനെ തട്ടി വിടുമ്പോൾ അല്ല എന്താ ദേവി എൻ്റെ കാര്യം പറയുന്നേ എന്നറിയാൻ ആനന്ദിന് ഒരു ക്യൂരിയോസിറ്റി. അയ്യോ അങ്ങനെയൊന്നുമില്ല ആനന്ദേട്ടാ, ഇത് അവള് വെറുതെ ചുമ്മാ പറയുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും അല്ലെന്നേ സത്യവാ. ആനന്ദേട്ടൻ്റെ ചിരി ഇഷ്ടമാണ്, സംസാരം ഇഷ്ടമാണ്, മൂക്കിഷ്ടമാ, കണ്ണ് ഇഷ്ടമാണ്, മീശ ഇഷ്ടമാണ്, താടി ഇഷ്ടമാണ്, അങ്ങനെ ചോദിക്കാതെ എല്ലാം ഇങ്ങോട്ട് പറയുന്ന ആളാ. എന്നിട്ട് ഇപ്പം നിന്ന് പതറുന്നത് ഒരു സർപ്രൈസ് കാണുമ്പോൾ ആനന്ദേട്ടൻ എല്ലാം പിടികിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്ത് സർപ്രൈസാണെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും നമ്മുടെ ദേവിയോട് അതങ്ങ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ആനന്ദേട്ടൻ ചുമ്മാ മുഷിപ്പിക്കാതെ എടുത്ത് കൊടുക്കൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും പാത്രം എടുത്ത് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഇതിനകത്തുള്ളത് എന്ത് തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവി ഇത് തുറന്ന് കാണിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കൊഴുക്കട്ട. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആനന്ദ് അന്തം വിട്ട് നോക്കുക. ഇതെന്താന്ന് ചോദിച്ചു. ഇത് കൊഴുക്കട്ട അല്ല കൊഴുക്കട്ടയോ? കൊഴുക്കട്ട എന്താ ആനന്ദേട്ടൻ കഴിച്ചിട്ടില്ലേ? ഫോണിലൂടെ പറഞ്ഞല്ലേ കൊഴുക്കട്ട വേണമെന്ന്, അതാ ഞാൻ. അപ്പോഴേക്കും അയ്യോ ഭയങ്കര ഇത്. അപ്പോൾ ഇത് വെറും കൊഴുക്കട്ട അല്ല കേട്ടോ, ചേച്ചിയുടെ സ്നേഹം മുഴുവനും നിറച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇത്. ആനന്ദേട്ടൻ കഴിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആനന്ദ് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചേച്ചി അത് ഒരെണ്ണം എടുത്ത് ആനന്ദേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു അനിയത്തി. കൊടുക്കുക ചേച്ചി കൊടുക്കുക എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കൊടുപ്പിക്കാം. ആനന്ദാണെങ്കിൽ അതെടുത്ത് കടിച്ചപ്പോഴത്തേക്കും ആനന്ദിൻ്റെ പിടി വിട്ടുപോയി. ഇപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായി നല്ലതാന്ന് പറഞ്ഞു. വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിലും അതെ വീട്ടിൽ ആർക്കും ഇല്ല ചേച്ചിയുടെ അത്രയും കൈപുണ്യം എന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിച്ചു. ആനന്ദാണെങ്കിൽ കടിച്ച് തിന്നുക. എന്നും കൊഴുക്കട്ട ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പം ഇതാകുമ്പോൾ വേറൊന്നും വേണ്ടല്ലോ വയറും നിറയുമെന്ന് നമ്മുടെ ദേവി. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ചേച്ചി എന്ന് പറഞ്ഞ ഒരൊറ്റ ചവിട്ട അനിയത്തി. അതെന്താ വയറ് നിറയും എന്ന് പറഞ്ഞതൊന്ന് ആനന്ദി ചോദിച്ചു. വേറൊന്നും വീട്ടിലുണ്ടാക്കത്തില്ലെന്ന് ചോദിച്ചപ്പം നമ്മുടെ അനിയത്തി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതല്ല അത് പിന്നെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് അനിയത്തി. അങ്ങനെ ആനത്ത് നിന്ന് നട റോട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് അച്ഛന്. പിന്നെ എപ്പോഴും ഇറച്ചിയും മീനും വറുത്തതും പൊരിച്ചതും ഒക്കെയായി ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമോ അതുകൊണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ദേവി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ദേവിയുടെ കൊഴുക്കട്ടയും കഴിച്ച് പെരുവഴിയിൽ ആനന്ദ് നിൽക്കുന്ന ഈ സമയത്താണ് പാവം നമ്മുടെ ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കാണുന്നതും. ദേവിയെ നോക്കി മറന്നു നിന്ന് നമ്മുടെ ആനന്ദ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവം ധർമ്മൻ ഇതൊക്കെ കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ രസകരമായിട്ടുള്ള കാഴ്ചകൾ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും